ഹലോ നമസ്കാരം. ഞാൻ ഇതില് നായകനൊന്നുമല്ല, ഒരു പ്രോട്ടഗണിസ്റ്റ് ക്യാരക്ടറാണ്. സോ അവനൊക്കെ അവന്റെ ബ്രൈറ്റ് സൈഡും ഉണ്ട്, അവന്റെ ഡാർക്ക് ഷെയ്ഡും ഉണ്ട്. ഒരു ഗ്രേ ക്യാരക്ടർ, എന്റെ പോലത്തെ ഒരു ഗ്രേ ക്യാരക്ടറാണ്, ഒരു ഡോക്ടർ. സോ ഇത് എന്റെ ആക്ച്വലി ആദ്യത്തെ പടമാണ്. ഫസ്റ്റ് സെലക്ട് ചെയ്ത പടം ഇതാണ്, രുദ്രം. അതിനു മുമ്പ് ആക്ച്വലി ടർബോ വന്നു. ടർബോയിൽ വെറ്ററിൻ ഷൺമുഖസുന്ദർ ക്യാരക്ടർ കിട്ടി. താങ്ക് യു. ഞാൻ അതുവരെ കമേഴ്ഷ്യൽ പടത്തിൽ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തത്. സോ നൗ ഐ എം സോ ഹാപ്പി ദാറ്റ് our film Rudhiram is releasing here on December 13th, and today is the trailer launch. And thank you all for being here, and I hope they like the trailer. Hi, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഫൈനലി രുദ്രം ഇറങ്ങുകയാണ്, തിയേറ്ററിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് December 13th. അപ്പോൾ എല്ലാവരും കാണണം. എപ്പോഴും തരുന്ന സ്നേഹവും സപ്പോർട്ടും രുദ്രത്തിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒത്തിരി പല ഇന്റർവ്യൂസും പറഞ്ഞാണ് ആ പെർഫോമറെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയും കഥാപാത്രമാണ്. അത് രാജിനിയായാലും അപർണേനയായാലും രണ്ട് ഈക്വൽ പെർഫോമൻസിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് പെർഫോമൻസിനെ എനിക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ക്ലാരിറ്റി കുറവ്. രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റായിരുന്നു. അപ്പം അത് രണ്ടുപേരും എനിക്ക് മാക്സിമം അവരുടെ ഒരു ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. എങ്ങനെയാണ് അപർണയുടെയും രാജ് സാറിന്റെ ഒക്കെ ഭയങ്കര സ്റ്റണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ? ഇല്ല, അതങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയ സർവൈവൽ റിവെഞ്ച് ഡ്രാമയാണ്. അപ്പം അതിൻ്റെ അകത്ത് ഹ്യൂമൻസ് ഇമോഷൻസ് എന്ന് പറയുമല്ലോ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മളുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന കോപവും ദേഷ്യവും സങ്കടവും ഗ്രീഡിയും എല്ലാം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് രുദ്രത്തിൽ കാണാം. അതിന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആസ് എ ഡെബ്യൂ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എന്റെ ഭാഗം ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി ഭയങ്കര നോർമൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞാൽ. ഇതിൽ ട്രെയിലറിൽ കാണുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ സാധാരണ വീട്ടിൽ വരുന്ന ഒരു കുട്ടിയാണ്. സ്വാതി എന്നാണ് എന്റെ ക്യാരക്ടറിന്റെ പേര്. ആൻഡ് സിറ്റുവേഷൻസ് കാരണം ഷീസ് ഫോഴ്സ്ഡ് ടു ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ സിറ്റുവേഷൻസ് കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പം ഷീസ് ആക്ച്വലി എ വെരി ഓർഡിനറി ഗേൾ. എന്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസ്. സോ ഇതൊരു ഡോക്ടറാണ്. വെരി കൈൻഡ് ആൻഡ് ജനറസ് ഹാർട്ട് ഉണ്ട്. പക്ഷെ അവർക്ക് അവരുടെ ഉള്ളിലൊരു വേറെ ഒരു ഡാർക്ക്നെസ് ഉണ്ട്. സോ അതിന് കുറച്ച് കാഴ്ചകൾ ഇപ്പോൾ കണ്ടു. സോ അതാണ് ക്യാരക്ടർ. ബാക്കി ഇനി നമ്മള് ശേഷം സ്ക്രീനിൽ December 13th കാത്തിരിക്കണം. സാർ ഇതിനകത്ത് മലയാളിയായിട്ടുള്ള വേഷം എങ്ങനെയാണ്? മലയാളം കുറച്ചും കൂടി പഠിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഈ ക്യാരക്ടർ നേറ്റീവ് ഒന്നുമല്ല. ഇവർ വേറെ നാട്ടിൽ വന്നിട്ട് ഇവര് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരാൾ. സോ അതിനെ കുറിച്ച് എനിക്ക് മാനേജ് ചെയ്യാൻ